വീക്കെൻഡ് ചെറിയൊരു ട്രിപ്പ് വന്നതാണ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് എറണാകുളത്തുനിന്ന് മൂവാറ്റുപുഴ വന്നു, അവിടുന്ന് കോതമംഗലം വന്നു, അവിടുന്ന് അടിമാലിന്ന് കല്ലാറുന്ന് മാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ എത്തിയേക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ റിസോർട്ട് ഉണ്ട്. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് നല്ല സൂപ്പർ പ്ലേസ് ആണ്. ക്ലൈമറ്റ് ആണെങ്കിലും ശരി, ഈ ഒരു നേച്ചർ ഭംഗി ഞാൻ കാണിച്ചു തരാം. എന്ത് രസമാണെന്നറിയോ, ശരിക്കും നിങ്ങൾക്ക് കൊതിയായി പോകും. ഇവിടെ എത്ര ദിവസം നിന്നാലും നമുക്ക് ബോറടിക്കില്ല. അത്രയ്ക്ക് നേച്ചർ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ക്ലൈമറ്റ് ആണെങ്കിലും ഞങ്ങളൊരു 12 മണി കഴിഞ്ഞാണ് ഇവിടെ എത്തിയത്. പക്ഷെ എന്നിട്ട് പോലും നല്ലൊരു അന്തരീക്ഷവും തണുവും ഒരു പ്രത്യേക കാലാവസ്ഥയായിരുന്നു. കണ്ടോ എന്ത് ഭംഗിയല്ലേ സ്ഥലം കാണാൻ. ബാക്കി ഞാൻ വഴിയിൽ കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ, സൂപ്പർ സ്ഥലം. അപ്പോൾ നമ്മുടെ റിസോർട്ട് കാണാല്ലേ. അപ്പൊ നമ്മൾ നിൽക്കുന്ന റിസോർട്ടിന്റെ പേരെന്താണെന്ന് അറിയണ്ടേ? പേരാണ് റിവേറ ഇൻ. അതിൽ മാനേജർ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ആളോട് സംസാരിക്കാം. ഓ താങ്ക് യു. അപ്പൊ ഈ കൊറോണ ഒക്കെ അല്ലേ ഇപ്പോ, അപ്പൊ ഈ സിറ്റുവേഷനിൽ എങ്ങനെയാ നമ്മുടെ റൂംസ് ഒക്കെ സാനിറ്റൈസ് ചെയ്തിട്ടേക്കാണ്. നമുക്ക് ഇപ്പം തൽക്കാലം സീസൺ സമയമാണ്, ഫാമിലീസ് ഒക്കെ വരുന്ന സമയമാണ്, സ്കൂളൊക്കെ തുറക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പുറത്തേക്ക് ഇറങ്ങാനുള്ള എല്ലാം ഔട്ടിങ്ങിന് വരുന്ന സമയമാണ്. പിന്നെ വീക്കെൻഡും കൂടെ ആണല്ലോ, അപ്പം എല്ലാം തന്നെ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ ഗസ്റ്റ് പോകുമ്പോഴും നമ്മൾ ഫുള്ള് എല്ലാം സാനിറ്റൈസ് ചെയ്തിട്ട് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം പ്രിഫറൻസ് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി ആയിട്ട് തന്നെ ഗവൺമെന്റ് പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാം നമ്മൾ പ്രിക്കോഷൻ എടുത്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിവിടെ മെയിൻ ആയിട്ട് കാണാനായിട്ട് എന്താണ്? നമ്മുടെ റിസോർട്ടിന്റെ പേര് പറയുന്നത് തന്നെ റിവേറ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ റിസോർട്ട് പുറവശത്ത് കൂടെ ഒരു റിവർ ഒഴുകുന്നുണ്ട്. 365 ദിവസം വെള്ളമുണ്ട്. പിന്നെ അതുകൂടാതെ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു പ്ലാന്റേഷൻ ആണ്. നമ്മള് എന്താ പറയാ, എല്ലാ രീതിയിലും ഇടുക്കിനെ സംബന്ധിച്ചോളം അറിയാലോ, കാർഷിക വിളകൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏരിയ ആണ്. അപ്പം കാർഷിക വിളകളൊക്കെ ഉണ്ട്, ചെറിയൊരു പ്ലാന്റേഷൻ വിസിറ്റിംഗ് ഉണ്ട് നമുക്ക്, പിന്നെ റിവർ ഉണ്ട്. അതാണ് നമ്മൾ റിസോർട്ടിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ മാങ്കുളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഓഫ് റോഡിംഗ് ആണ്. നമുക്കറിയാം, മാങ്കുളം നിൽക്കുമ്പോൾ തന്നെ അറിയാം, പക്ഷെ ഉള്ളിലേക്കാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ നമ്മുടെ സാധാരണ വണ്ടികളൊന്നും പോകാത്ത റോട്ടിൽ കൂടി ഓഫ് റോഡ് ട്രെക്കിംഗ് ഉണ്ട്. അത് നമുക്കൊരു അഡ്വഞ്ചർ ഫീലിംഗ് ആണ് തരുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ആനക്കുളം. നമ്മൾ ഫോട്ടോസിലും ആനക്കുളത്തിനെ പറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ മെയിൻ വന്നത് തന്നെ ആന കാണാനല്ലേ. ആനക്കുളത്തിനെ പറയുമ്പോഴും അവിടെ ഒരു ചെറിയൊരു തോടാണ്, ഒരു പുഴയാണ്. അപ്പൊ അവിടുത്തെ വെള്ളം കുടിക്കാൻ വേണ്ടി കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ഇപ്പൊ പ്രീവിയസ് കഴിഞ്ഞ ആഴ്ച വന്നവർക്കൊക്കെ ഭയങ്കര ലക്കായിരുന്നു. 25-29 കൂട്ടമായിട്ട് വന്ന രണ്ട് കുട്ടികളും അവർ ഫാമിലി പാക്കായിട്ട് അപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റി. തീർച്ചയായിട്ടും ഉണ്ടാക്കാം. ഞങ്ങള് ഞങ്ങളുടെ റൂമിന്റെ ബാക്കിലെ ബാൽക്കണിയില് നിൽക്കുന്നേ. ഇവിടെ നിന്നുള്ള വ്യൂ കാണണ്ടേ, എന്ത് രസാന്നറിയോ? ഒന്ന് കാണാം നമുക്ക് ആ വ്യൂ. സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങക്ക്? ആ പുഴയിന്ന് വെള്ളം ഒഴുകുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ റിവേറയുടെ റെസ്റ്റോറന്റ്. എങ്ങനെയുണ്ട്? നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ നോക്കിയാലൊക്കെ കാണാം, നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റുകളുടെ തന്നെ പ്രത്യേകത കണ്ടോ, അത് കയറാണ് ശരിക്കും.
നല്ലൊരു പ്രത്യേകതയില്ല ഈ ലൈറ്റ് കാണാൻ എന്ത് ഭംഗിയല്ലേ. പിന്നെ ഇത് കണ്ടോ, നമ്മൾ സാധാരണ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക ചെയ്യുന്നത്, പക്ഷെ ഈ മരം പോലും നശിപ്പിക്കാണ്ട് അതുവരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ എടുത്തേക്കുന്നത്. അപ്പൊ വന്നപ്പോ ആൽഫിക്കുട്ടൻ ആദ്യം ക്ഷീണം പോലെയായി. അപ്പൊ ആശൻ കിടന്ന് ഉറക്കമാണ്. അപ്പൊ ഞാനും നിബിയും കൂടെ ഇവിടുത്തെ റെസ്റ്റോറന്റിൽ വന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് ഇവിടെ വന്നതാ. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നമ്മുടെ റിസോർട്ടിന്റെ ഓൾ ഇൻ ഓൾ ആയിട്ട് ഒരാളുടെ ഇവിടെ ഉണ്ട്, നമ്മുടെ ഷിബുചേട്ടൻ. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതും ഒക്കെ ചേട്ടനാണ്. അപ്പൊ ചേട്ടനോട് ചോദിച്ചു ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെ പണി നടക്കുന്നുണ്ടായിരുന്നല്ലോ ചേട്ടാ? റിസോർട്ടിന്റെ പണി നടക്കുന്നു, കോട്ടേജിന്റെ പണി നടക്കുന്നുണ്ട്, അതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഒത്തിരി ഇതിനകത്ത് നടത്തുന്നുണ്ട്. ഇപ്പം ഗസ്റ്റുകൾ വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ നാടൻ ഫുഡുകൾ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവർ ഗസ്റ്റുകൾ നമ്മളോട് ആവശ്യപ്പെടുന്ന ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം. ഞാൻ കഴിച്ചു, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ പോലെ തന്നെ ഫീൽ ചെയ്തു. ആൽഫിക്കുട്ടനും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ടൂറിസ്റ്റുകളായിട്ടുള്ളവർ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് ആനക്കുളത്ത് കാട്ടാന വെള്ളം കുടിക്കാൻ വരുന്ന ഒരു ഏരിയ, അത് കാണാൻ വേണ്ടിയാണ്. വെള്ളത്തിന് പ്രത്യേകതയുണ്ട്, വെള്ളത്തിൽ അമ്ലാംശം കൂടുതലാണെന്നാണ് പറയുന്നത്. അത് അവിടുത്തെ ഒരു വെള്ളത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉപ്പും പുളിയും കൂടെ ചേർന്ന ഒരു ടേസ്റ്റാണ് ആ വെള്ളത്തിന്. അത് കുടിക്കാൻ വേണ്ടിയാണ് ആന വരുന്നത്. അത് കാണാനായിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ നമ്മളിവിടെ വരുന്നുണ്ട്. പിന്നെ ചേട്ടൻ നമ്മുടെ ഇവിടെ പലതരം മരങ്ങൾ ഞാൻ കണ്ടു. നമുക്ക് 5 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു കൃഷിഭൂമിയാണ്. ഇതിനകത്ത് ജാതി, കൊക്കോ, കുരുമുളക്, ഏലം, തെങ്ങ് എന്ന് വേണ്ട എല്ലാവിധ വിളകളും ഈ പറമ്പിലുണ്ട്. അതൊക്കെ വരുന്നവർക്ക് അതെല്ലാം പോയി കാണാനുള്ള, കണ്ട് ആസ്വദിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ട്. താഴോട്ട് നമ്മൾ കോട്ടേജുകൾ കൂടുതലായിട്ട് കോട്ടേജുകൾ പണിയുന്നുണ്ട്. അതേപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതെ, ഒരു മിനി പാർക്ക് സ്റ്റൈല് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. താമസിയാതെ ഓപ്പൺ ആവുകയല്ലേ. ശരി. അപ്പൊ ഈ തിരക്കുകളുടെ ഇടയിലും നമുക്ക് വേണ്ടി ഷിബുചേട്ടൻ കുറച്ച് സമയം ചെലവഴിച്ചിട്ടുണ്ട്. ആളിന്ന് ഭയങ്കര ബിസിയാണ്, ഞാൻ ഇടയ്ക്ക് പിടിച്ചു നിർത്തിയതാ. അപ്പൊ ആൾക്ക് എല്ലാ താങ്ക് യു. അപ്പൊ ശരിയാക്കാം. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് കളിക്കാനായിട്ട് പ്രത്യേകമായിട്ടൊരു പാർക്ക് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കിഡ്സ് പ്ലേ ഏരിയ. ഇനി താഴോട്ടും വേറെ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ഇത്രയും കിട്ടിയപ്പോ തന്നെ ഇവര് ഭയങ്കര ഹാപ്പിയാ അല്ലേ പറയാൻ? എങ്ങനെയുണ്ട് ഫീലി? ആണോ? അടിപൊളിയായിട്ടില്ലേ? അപ്പൊ കണ്ടല്ലോ അല്ലേ ഈ സ്റ്റെപ്പ്? ആർക്കും വേണമെങ്കിലും ഇറങ്ങാൻ, കൊച്ചു കുട്ടികൾ തൊട്ട് പ്രായമായവർക്ക് വരെ താഴെ പോയി തിരിച്ചു കയറാനുള്ള ഇതുണ്ട്. ഫുള്ള് സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട്. എങ്ങോട്ടുള്ള വഴിയാന്ന് നമുക്ക് കാണണ്ടേ? താഴെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഏത് പ്രായക്കാർക്ക് ഇറങ്ങാൻ പറ്റുന്ന വിധത്തിൽ പിടിച്ച് കയറാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് താഴെ പോവാം. ഇവിടെയാണ് രാത്രിയിൽ ക്യാമ്പ് ഫയർ നടത്തുന്നതും എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത് ഇവിടെയാണ്. എന്നിട്ട് എല്ലാവർക്കും കൂടെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ അതിന് അവർ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ താഴെ നമ്മുടെ പുഴയുടെ അടുത്തെത്തി. ശരിക്കിപ്പോൾ വെള്ളം കുറവാണ്, പക്ഷെ ഒരൊറ്റ മഴ പെയ്താൽ മതി എന്നാണ് പറയണേ. നിറഞ്ഞ് വെള്ളം ഉണ്ടാവും എന്നാണ് പറയണേ. കുറച്ച് വെള്ളമാകുമ്പോൾ നമുക്ക് ഇറങ്ങി കളിക്കാനും പിള്ളേർക്കാണെങ്കിലും ഇറങ്ങാനൊക്കെ നല്ല സുഖമാണ്. ഒത്തിരി വെള്ളമായി കഴിയുമ്പോൾ ഇച്ചിരി പേടിയുണ്ട് ഇറങ്ങാനായിട്ട്.
വെള്ളം എങ്ങനെയുണ്ട്? കാണുന്ന മരം കണ്ടോ, ഇതിന് ഓരോ സ്ഥലത്ത് ഓരോ പേരാ പറയാം. ചിലയിടത്ത് എടനയില, വയനയില, തെരളിയില അങ്ങനെയൊക്കെ പറയും. ചിലയിടത്ത് കുമ്പിളപ്പം ഉണ്ടാക്കാന്ന് പറയും, തെരളിയപ്പം, അങ്ങനത്തെ ഒരു അപ്പം ഉണ്ടാക്കാൻ. ഈ ഇലയ്ക്കൊരു പ്രത്യേക മണമാണ്. അതിൽ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കൊരു പ്രത്യേക മണവും ഒരു ടേസ്റ്റുമാണ്. ഈ കാർത്തികയ്ക്കൊക്കെ ചില ഏരിയയിൽ ഇതിലാണ് അപ്പം ഉണ്ടാക്കാറ്. കാർത്തിക അപ്പം ഉണ്ടാക്കും എന്ന് പറയും. ശരിക്കും ഇങ്ങനെ കുമ്പിൽ കുത്തി ഇരിക്കലൊക്കെ വെച്ചിട്ട് അതിനകത്ത് മാവ് നിറച്ച് നല്ല ടേസ്റ്റാണ്. പറയുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്നുണ്ട്. ഇത് ഒരു മരമാണ്. ഇവിടുത്തെ മരങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ ജോസേട്ടൻ പറഞ്ഞില്ലേ, കൊക്കോ ഉണ്ട്, ഇത് ഇടയ്ക്ക് കായ്ച്ച് നിൽക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പിന്നെ ഇത് കണ്ടോ, കുരുമുളക്, ഏലം ഉണ്ട് അതിനപ്പുറത്തായിട്ട്. ഏലം ഇങ്ങോട്ട് താഴോട്ട് പോയാൽ കുറേ ഉണ്ട് സംഭവങ്ങൾ കാണാനായിട്ട്. ഗ്രാമ്പുണ്ട്, ജാതിക്കയുണ്ട്, പിന്നെ ഇവിടെ ഒരു നെല്ലിമരം നിൽപ്പുണ്ട്. ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ വേഗം വരികയായിരുന്നു. കാറിന് വരാൻ പറ്റിയില്ല, അവരവിടെ നിന്ന് ജീപ്പ് അറേഞ്ച് ചെയ്തു. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും കുറേ കൂട്ടമായിട്ട് അവിടെ നിൽപ്പുണ്ട്. വന്നതിൽ 2 കുട്ടിയാന ഉണ്ടായിരുന്നു. ഒരു 10 പേര് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു 5 പേരും കൂടെ വീണ്ടും വരുന്നുണ്ട്. അതിലും ഉണ്ട് ഒരു കുട്ടിയാന. അപ്പോൾ 15 എണ്ണമായി ശരിക്കും. അവർ ശരിക്കും നമ്മുടെ ശിബുചേട്ടനും റിവേറയിലെ മാനേജറും പറഞ്ഞില്ലേ, ഈ വെള്ളത്തിന് എന്തോ പ്രത്യേകതയുണ്ടെന്ന്, ആംലാംശം കൂടുതലാണെന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ഫോറസ്റ്റുകാരും പറയുന്നത്. ഇവർ വെള്ളമല്ല കുടിക്കുന്നത്, ഇതിൽ നിന്ന് എന്തോ ഒരു കൊമള പോലെ ഇങ്ങനെ ബബിൾസ് പോലെ ഏതാണ്ട് മുകളിലോട്ട് വരും. അതാണ് ശരിക്കും ഈ ആന കുടിക്കുന്നതെന്നാണ് പറയണത്. ശരിക്കും ഇവിടെ ഫോറസ്റ്റുകാർ പറഞ്ഞത് ഈ വെള്ളം ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കി, പക്ഷെ അപ്പോഴൊന്നും റിസൾട്ടൊന്നും പ്രത്യേകമായിട്ട് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള എല്ലാവരും പറയുന്നത്. അതാണ് ശരിക്കും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അവർ വരുന്നുണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങനെ 15 പേരെ, എന്തായാലും ഞങ്ങൾക്ക് 15 പേരെങ്കിലും കാണാൻ പറ്റിയല്ലോ. ഞങ്ങൾക്കും ഭാഗ്യമുണ്ടായി. കഴിഞ്ഞ ആഴ്ച വന്നവർക്കൊക്കെ 29 എണ്ണമൊക്കെയാണ് വന്നതെന്ന്. 29 പേരെ. ഇവർ ഈ മലയാറ്റൂർ സൈഡിൽ നിന്ന്, അപ്പുറത്ത് മലയാറ്റൂരാണ്, ആ സൈഡിൽ നിന്ന് മല ഇറങ്ങി വരുന്നതാണ് ഇവിടുന്ന് വെള്ളം കുടിക്കാമെന്ന്. അത്രയ്ക്ക് പ്രത്യേകത ഉണ്ടാവും ഈ വെള്ളത്തിനല്ലേ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ടൈഗർ കേവിൻ്റെ അടുത്തോട്ടാണ്. നമ്മളപ്പോൾ ഉള്ളിലോട്ട് ടൈഗർ കേവിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പോവുകയാണ്. എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് അകത്ത് ചെന്നിട്ട് കാണാം. ഇത് നമ്മുടെ റിവേറയിനിൻ്റെ അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റേഴ്സേ ഉള്ളൂ. മാങ്കുളത്തിനും കല്ലാറിനും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണിത്. നമ്മുടെ ടൈഗർ കേവിനുള്ളിലോട്ട് പോകുന്ന ഒരു പാലമാണ്. ശരിക്കൊരു തൂക്കുപാലമാണ്. ഇത് മൊത്തത്തിൽ ആടുന്നുണ്ട്. ഇവിടുത്തെ എന്താ പ്രത്യേകത ഈ ടൈഗർ കേവിന്റെ? നാച്ചുറൽ കേവാണ്, ഒരു പഴയ പുലിമലയാണ്. പിന്നെ കുറെ ഫോട്ടോ പ്ലേസും അങ്ങനെ അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല, പക്ഷെ ഉള്ളിലേക്ക് കയറുമ്പോൾ കുറെ ഉള്ളിൽ പോണോ? ഒരു 300 മീറ്റർ ട്രക്കിംഗ് പോലെ നടക്കേണ്ടി വരും. ട്രക്കിംഗ് പോലെ ഒരു 300 മീറ്റർ ട്രക്കിംഗ് പോലെയാണ്. ആൽഫിക്കുട്ടനെയും കൊണ്ട് എന്തായാലും ഞങ്ങൾ തൽക്കാലം പോകുന്നില്ല. കാരണം ഇതുപോലെ വലിയ പാറ ഇടുക്കുകളെന്നാണ് പറയണേ. പഴയ ശരിക്കുള്ളൊരു കേവ് തന്നെയാണ്. പണ്ട് അവിടെ പുലി ഉണ്ടായിരുന്നു, ടൈഗർ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടെ.
പോയിട്ട് വന്നവരൊക്കെ പറഞ്ഞു ഭയങ്കര കഷ്ടമാണ് അങ്ങോട്ട് നടക്കാനൊക്കെ. അപ്പൊ 2 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു പോവുകയാണ്. ആകെ വിഷമത്തില. ആൽഫിയാണല്ലോ അതെ, ഞങ്ങളും അതെ. അപ്പോ ഇവിടുത്തെ എന്താ പറയാ, ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു 2 ദിവസം. ആൽഫിയാണല്ലോ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇവിടെ വന്നാൽ ഞാൻ ഉറപ്പ് പറയാം, കുട്ടികൾക്കാണെങ്കിലും ശരി വലിയവർക്കാണെങ്കിലും ശരി എൻജോയ് ചെയ്യാൻ പറ്റി ഇതുപോലൊരു ബെസ്റ്റ് പ്ലേസ് ഇല്ല. ക്ലൈമറ്റ് ആണെങ്കിലും സൂപ്പറാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.